അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കുക. In the picture below, the side AC of the triangle ABC is extended to D. അതായത് നമ്മളെ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ AC എന്ന് പറഞ്ഞ സൈഡ് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഡിയിലേക്ക്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. D by adding the length of the side CB. അതായത് CB എന്ന് പറഞ്ഞ സൈഡിന്റെ അതേ ലെങ്ത് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് CB equal to CD ആണ്. അത്തരത്തിലാണ് നമ്മൾ AC എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ CBയുടെ ലെങ്തും CDയുടെ ലെങ്തും ഈക്വൽ ആണെന്ന് നമുക്ക് അതിന് കിട്ടി. ഓക്കെ, ഇനി എന്താ പറയുന്നത് നോക്കാം. Then the line through C parallel to DB is drawn to meet AB at E. അതായത് the line through C കൂടെയുള്ള ലൈൻ എന്താ ചെയ്തിട്ടുള്ളത്? പാരലൽ ടു DBക്ക് പാരലൽ ആയിട്ട് നമ്മൾ C കൂടെ ലൈൻ വരച്ചിട്ടുണ്ട്. അത് ABയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിനെ നമ്മൾ E ന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് CE bisects angle C. അതായത് നമ്മളെ CE എന്ന് പറഞ്ഞ ലൈന് ആംഗിൾ C-നെ ബൈസെക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. ബൈസെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിവൈഡ് an 8 cm long line in the ratio 4:5. ഈ കൺസെപ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് 8 cm ലൈനിനെ നമ്മൾ 4:5 എന്നുള്ള റേഷ്യോയില് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. Can we use it to divide an 8 cm long line in the ratio 3:4? അതായത് 8 cm ലെങ്ത് ലോങ് ലൈനിനെ നമുക്ക് 3:4 എന്നുള്ള റേഷ്യോയില് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് CE bisects angle C. അതായത് ആംഗിൾ C എന്ന് പറഞ്ഞ ആംഗിൾ C, അതായത് ആംഗിൾ C എന്ന് പറഞ്ഞാൽ ഏതാ? ഇത്ര വരുള്ളൂ ആംഗിൾ C. ഇതാണ് നമ്മുടെ ആംഗിൾ C. ഈ ആംഗിള് CE ബൈസെക്ട് ചെയ്യുന്ന പറയുന്നത്. അതായത് C എന്ന് പറഞ്ഞ ലൈന് ആംഗിൾ C-നെ ബൈസെക്ട് ചെയ്യും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം. ABC നമുക്കറിയാവുന്ന ട്രയാങ്കിൾ ആണ്. ഇനി നമുക്ക് ഇതിൽ അറിയാവുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. ഇതും ലെങ്ത് ഈക്വൽ ആണ്. അതായത് BC ഈക്വൽ ടു DC ആണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അല്ലേ? കാരണം ഈ ലെങ്ത് ആണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കറിയാം. അപ്പൊ നോക്കിയേ, ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ട്രയാങ്കിൾ, അതായത് BCD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അത് എന്ത് തരം ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ ആവില്ലേ? അതായത് സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ സൈഡ് എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ. അതായത് നമ്മുടെ ട്രയാങ്കിൾ BCD എന്ന് പറഞ്ഞത് എന്താ? ഐസോസിലസ് ആണ് അല്ലേ? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? ഐസോസിലസ് ട്രയാങ്കിളിന് പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കറിയാം. ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ രണ്ട് സൈഡ്സിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസിലസ് ട്രയാങ്കിൾ പ്രത്യേകത. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ? ഇന്ന് നോക്കാം. നമ്മൾ ഈ ഫിഗറിൽ ചെറിയൊരു മാറ്റം വരുത്തണം. അതായത് C നമ്മൾ വരച്ചു, ആംഗിൾ C കൂടെ നമുക്ക് എന്താ ഈ C ഒന്ന് മുകളിലോട്ട് വരയ്ക്കാം. ഒന്ന് ചേർത്ത് മുകളിലോട്ട് ഇങ്ങനെ വരയ്ക്കാം അല്ലെ? ഒന്ന് ജസ്റ്റ് വെറുതെ വരച്ചാണ്, നമുക്ക് അറിയാൻ വേണ്ടിട്ട് വരച്ചാണ്. ഇനി നോക്കുക, നമ്മുടെ BD എന്ന് പറഞ്ഞ ലൈൻ, ആ ലൈനോട് പാരലൽ അല്ലേ നമ്മുടെ CE? നമ്മളെ CE എന്ന് പറഞ്ഞ ലൈനും BD എന്ന് പറഞ്ഞ ലൈനും പാരലൽ അല്ലേ? അതായത് CE പാരലൽ ടു BD അല്ലേ? ആണല്ലോ, ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യമാണ്. കാരണം BDക്ക് പാരലൽ ആയിട്ടാണ് CE കൂടെ വരച്ചെന്ന് പറഞ്ഞു. നമുക്ക് ഉള്ള കാര്യമാണ്, ഗിവൺ ആണ് അല്ലേ? CE പാരലൽ ടു BD ആണ്. അപ്പൊ നമുക്ക് ഈ ഫിഗർ ഇങ്ങനെ ചെരിച്ച് വരച്ചു നോക്കാം. അതായത് ഇങ്ങനെ വരച്ചു. ആ പാരലൈൻസ് BDയും പിന്നെ CU ഉണ്ടത്. ഇനി നോക്കാം, ഇതിൽ കൂടെ പോകുന്ന ലൈനാണ് ഏത്? രണ്ട് ലൈൻസ് പോകുന്നില്ലേ? ഇങ്ങനെ എങ്ങനെ പോകണില്ലേ? ഈ രണ്ട് ലൈൻസ് പോകണില്ലേ? ഇപ്പൊ എന്ത് വന്നു? ഒരു കാര്യം നമുക്ക് പറയാം. അത് നമുക്ക് ഇതെടുക്കാം, ഈ ലൈൻ എടുക്കാം.
രണ്ട് പാരലൽ ലൈൻസിനിടയിൽ ഇങ്ങനെ ലൈൻ വരച്ചാൽ നമുക്കറിയാം ഒരു പ്രോപ്പർട്ടി നമുക്കറിയാം, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആവൂലേ? നമുക്കറിയാവുന്ന കാര്യല്ലേ. ഈ ആംഗിളും ഈക്വൽ ആവും, ഈ ആംഗിളും ഈക്വൽ ആവും. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് ഇവിടെ ഒന്ന് പ്രയോഗിച്ചൂടെ. അതായത് ഇത് രണ്ട് പാരലൽ ലൈൻസ്, അതിന്റെ ഇടയിൽ വരച്ച ലൈനാണ് ഇത്. അപ്പൊ നമുക്കറിയാം ഈ ആംഗിളിനോട് ഈക്വൽ ആയിട്ട് എവിടെ വരിക? ഇവിടെ വരിക ആംഗിൾ. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് അല്ലെ, അതിപ്പോ നോക്കണ്ട. ഇനി നോക്കാം, ഇവിടെ നോക്കാം. ഈ ആംഗിളിന് ഈക്വൽ ആയിട്ട് ഏത് ആംഗിൾ വരിക? ഈ ആംഗിൾ അല്ലേ വരിക. അപ്പൊ നോക്കിയേ, ഈ റിലേഷനാണ് നമ്മൾ പറഞ്ഞത്. ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ റിലേഷൻ വെച്ച് നമ്മൾ പറഞ്ഞ പാരലൽ ലൈൻസിന്റെ ഓപ്പോസിറ്റ് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവും, ഓപ്പോസിറ്റ് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ എന്താ പറഞ്ഞ പാരലൽ ലൈൻസിന്റെ ഇങ്ങനെ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആയിട്ട് വരും. അത് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തത്. കാരണം എന്താ? BDയും CEയും പാരലൽ ലൈൻസ് ആണ് അല്ലെ. BD and CD ഇതാ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, വരച്ചു. ഏതാ? BD and EC പാരലൽ ലൈൻസ് ആണ്. ഈ ലൈനാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഓക്കെ, എന്ത് പറയാം? ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്, ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ നോക്കിയേ, ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു, ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി നോക്കുക, നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ട്രയാങ്കിൾ BCD എന്ന് പറഞ്ഞ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഐസോസിലസ് ട്രയാങ്കിൾ പ്രത്യേകത എന്താ? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് അല്ലെ. നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്തു, ഒന്ന് എഴുതി വെക്കാം. ട്രയാങ്കിൾ BCD is an isosceles triangle അല്ലെ. ഐസോസിലസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ DBC ഈക്വൽ ടു ആംഗിൾ BDC. അങ്ങനെ പറഞ്ഞൂടെ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ, അതായത് ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പറയാം അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു BDയും ECയും പാരലൽ ലൈൻസ് ആണ്. അതുപോലെ തന്നെ CB എന്ന് പറഞ്ഞത് ഒരു ട്രാൻസ്വേഴ്സൽ ആണ്. രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിൽ വെച്ച ട്രാൻസ്വേഴ്സൽ ആണ് CB. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ DBC ഈക്വൽ ടു ആംഗിൾ എന്ത് വരും? ഈ ആംഗിളിനോട് ഈക്വൽ ആയിട്ട് ഏത് ആംഗിൾ വരിക? ഈ ആംഗിൾ അല്ലെ. ഈ ആംഗിൾ ഏതാ? നമ്മുടെ BCE അല്ലെങ്കിൽ EBC. BCE അതായത് ഈ ആംഗിളും ഈക്വൽ ആണ് നമുക്ക് പറഞ്ഞൂടെ. ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. കാരണം എന്താ? ഇതിന്റെ റീസൺ എന്താ? ബ്രാക്കറ്റിൽ എഴുതുക, BD പാരലൽ ടു CE and CB is a transversal. CB ഒരു ട്രാൻസ്വേഴ്സൽ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ ഈക്വൽ ആയിട്ട് വരും, നമ്മൾ പറഞ്ഞു. ഇനി നോക്കുക, എന്താ പറയാ, നമ്മൾ അടുത്ത് പറയാം ആംഗിൾ BDC. ആംഗിൾ BDC ഈക്വൽ ടു ഏതാ? ഈ ആംഗിളിനോട് ഈക്വൽ ആയിട്ടുള്ള ഏത് ആംഗിൾ ഉള്ളേ? ഈ ആംഗിൾ അല്ലേ അല്ലേ. ആ ആംഗിൾ ഏതാ? ആംഗിൾ ECA അല്ലേ. ആംഗിൾ BDC ഈക്വൽ ടു, അതായത് ആംഗിൾ BDC അതായത് ഈ ആംഗിൾ, അതിനോട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ECA. കാരണം എന്താ? ഇതിന്റെ കാരണം എന്താ? BDയും ECയും പാരലൽ ലൈൻസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ട്രാൻസ്വേഴ്സൽ വരച്ചാൽ ഈ ആംഗിളും ഈക്വൽ ആയിട്ട് വരും അല്ലെ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? അതല്ലെങ്കിൽ എങ്ങനെ പറയാം? ഈ ആംഗിളും ഈക്വൽ ആയിട്ട് വരും. എങ്ങനെയും പറയാം. ആ കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്ത കൺസെപ്റ്റ് ഏതാ? ഈ കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു, ഇനി നോക്കാം. നമ്മൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ആംഗിൾ DBC ഈക്വൽ ടു BDC അല്ലെ. ആംഗിൾ DBCയും BDCയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ താഴെ ഒരു കാര്യം പറഞ്ഞു,
DBC equal to angle BCE. അതുപോലെ തന്നെ BDC equal to angle ECA. അല്ലേ? ഇത് ഒരുമിച്ചൊന്ന് എഴുതി വെക്കാം. എങ്ങനെ എഴുതാം? ആംഗിൾ DBC എന്ന് പറഞ്ഞാൽ ആംഗിൾ DBC equal to ഈ ആംഗിൾ ഏത് ആംഗിളിനോട് ഈക്വൽ ആണ് നോക്കിയേ? BCE എന്ന് പറഞ്ഞ ആംഗിളിനോട് ഈക്വൽ അല്ലേ? ആംഗിൾ BCE. ഇത് നോക്കിയേ DBC ആംഗിൾ DBC equal to BCD അല്ലേ? DBC എന്ന് പറഞ്ഞ ആംഗിളും BCD എന്ന് പറഞ്ഞ ആംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം? ഇവിടെ ഈക്വൽ ടു ആംഗിൾ BCD എന്നും കൂടി എഴുതിക്കൂടെ? കാരണം ഈ ആംഗിൾ ഈക്വൽ അല്ലേ? ഈ ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ ഈ ആംഗിൾ പകരമാണ് നമ്മൾ BCE എന്ന് എഴുതിയത്. പക്ഷെ BCEയും DBCയും ഈക്വൽ ആണ്. അതുപോലെ തന്നെ DBC ഈക്വൽ ടു BDC ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത് BDC. മാറിപ്പോയിട്ടോ, BDC ആണ്. ഇനി നോക്കുക, BDC എന്തിനോട് ഈക്വൽ ആണ്? ECA-നോട് ഈക്വൽ അല്ലേ? ആംഗിൾ ECA-നോട് ഈക്വൽ അല്ലേ? ഇനി നമുക്ക് രണ്ട് വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതാം. എങ്ങനെ എഴുതാം? നമുക്ക് ഇത് രണ്ടും മതി പോരെ? എങ്ങനെ പറയാം? DBC equal to BCA. അതുകൊണ്ട് തന്നെ BCE equal to ECA അല്ലേ? അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇറക്കി എഴുതാൻ പോകുന്ന ആംഗിൾ BCE equal to ആംഗിൾ ECA. ഈ നോക്കുക, ഈ BCE എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളാ? നോക്കുക, BCE അതായത് ഈ ആംഗിൾ ആണ് നമ്മളിപ്പോ പറഞ്ഞ BCE അല്ലെ? അത് എന്തിനോട് ഈക്വൽ ആണ്? ECA എന്ന് പറഞ്ഞ ആംഗിളിനോട് ഈക്വൽ ആണ്. ECA എന്ന് പറഞ്ഞ ആംഗിൾ ഏതാ? ECA അതായത് ഈ ആംഗിളിനോട് ഈക്വൽ ആണ്. അതായത് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. എങ്ങനെ കിട്ടിയത്? നമ്മൾ ആദ്യം പറഞ്ഞു DBC equal to BDC ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു DBCനോട് ഈക്വൽ ആയ മറ്റൊരു ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഏതാ ആംഗിൾ? BCE. അതായത് ആംഗിൾ BCE. അതെങ്ങനെ കിട്ടിയത്? രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഇത് ട്രാൻസ്വേഴ്സൽ ആണ്. അതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ BDCനോട് ഈക്വൽ ആയിട്ട് മറ്റൊരു ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. അതേതാ ആംഗിൾ? ECA. അതേതാ? ECA. ഈ ആംഗിൾ എങ്ങനെ കിട്ടിയത്? ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഇത് ട്രാൻസ്വേഴ്സൽ ആയതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അതാണ് ഈ രണ്ട് എഴുതി വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇനി നോക്കുക, DBCയും BCDയും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റൈറ്റ് സൈഡ് ആയ BCEയും ECAയും ഈക്വൽ ആവില്ലേ? അതാണ് ഇവിടെ ഞാൻ എഴുതിച്ചിട്ടുള്ളത് BCE equal to ECA. ഇനി BCEയും ECAയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ, അതായത് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ CE എന്ന് പറഞ്ഞ ലൈൻ ഒരു ട്രാൻസ്വേഴ്സൽ ആണെന്നല്ല CE എന്ന് പറഞ്ഞ ലൈൻ എന്താണ്? ബൈസെക്ടർ ആണെന്നല്ല അതിന്റെ അർത്ഥം അല്ലെ? കാരണം ഈ C എന്ന് പറഞ്ഞ ആംഗിളിനെ CE എന്ന് പറഞ്ഞ ലൈൻ രണ്ട് ഈക്വൽ ആംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് C എന്ന് പറഞ്ഞ ആംഗിളിനെ ആ C എന്ന് പറഞ്ഞ ലൈൻ രണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോ ടോട്ടൽ C ഒരു 50 ഡിഗ്രി ആണെങ്കിൽ 25 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 60 ഡിഗ്രി ആണെങ്കിൽ 30 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ CE എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബൈസെക്ടർ അല്ലേ? ആംഗിൾ ബൈസെക്ടർ അല്ലേ? സമഭാജി അല്ലേ? അതല്ലേ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. CE എന്ന് പറഞ്ഞ ആംഗിൾ C-ന്റെ ബൈസെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ചെയ്തു. എങ്ങനെ ചെയ്ത്? ഇവിടെ പറഞ്ഞു ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്തു. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. Describe how this can be used to divide an 8 cm long line into the ratio 4:5. 4:5 എന്നുള്ള റേഷ്യോയിൽ എങ്ങനെയാണ് ഈ 8 cm ലൈൻ നമ്മൾ ഡിവൈഡ് ചെയ്യാനാണ് നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 8 cm ലോങ് ലൈൻ വരയ്ക്കും. നമ്മൾ ലൈൻ വരച്ചു AB എന്ന് പറഞ്ഞ ലൈൻ വരച്ചു 8 cm. ഓക്കെ, 8 cm നമ്മൾ വരച്ച ലൈനാണ് AB. ഓക്കെ,
ഇനി നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യണ്ടേ? 4:5 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? 4:5 എന്നുള്ള റേഷ്യോയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇവിടെ നിന്നും 4 സെന്റിമീറ്റർ എടുത്തിട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. അപ്പൊ നമുക്കൊരു പോയിന്റിൽ ജോയിൻ ആവും അല്ലേ? എന്നിട്ട് ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 5 സെന്റിമീറ്റർ കിട്ടും, ഇവിടെ നമുക്ക് 4 സെന്റിമീറ്റർ കിട്ടും. കിട്ടില്ലേ? നമ്മൾ അങ്ങനെയാണ് അളവെടുത്ത് വരച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 8 സെന്റിമീറ്റർ ബേസ് കിട്ടി, 5 സെന്റിമീറ്റർ സൈഡും, ഒരു സൈഡ് 4 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, നമ്മൾ സി എന്ന് പേരെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എ സി എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എങ്ങനെ? ഈ 4 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് എ സി വരയ്ക്കുക. നമ്മൾ വരച്ചു, എ സി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു, ഒരു 4 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇനി ആ പോയിന്റ് നമ്മൾ ഡി എന്ന് പേര് കൊടുത്തു. ഇനി ആ ഡിയിൽ നിന്ന് നമ്മൾ ബിയിലേക്ക് വരച്ചു. നമുക്ക് അല്ലാതെ വരയ്ക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള അതേ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് 8 സെന്റിമീറ്റർ ലൈന് നമ്മൾ 4:5 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കുക, അതേ കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എ ബി അല്ല ഡി ബിക്ക് പാരലൽ നമ്മൾ സിയിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കണം. അതായത് ബി ഡിക്ക് പാരലായിട്ട് നമ്മൾ സിയിൽ കൂടെ ലൈൻ വരച്ചാൽ അത് ഇങ്ങനെ വരും. ആ ലൈനോട് ടച്ച് ചെയ്തു, നമ്മൾ ആ ലൈനിന് വേണമെങ്കിൽ ഇ എന്ന് പേര് കൊടുക്കാം. ഇപ്പൊ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:4 ആയിരിക്കും. 5:4 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഈ രണ്ട് ലെങ്ത്, അതായത് 8 സെന്റിമീറ്ററിനെ 5:4 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഇത് ഡിവൈഡ് ചെയ്യുക. 5ഉം 4 സെന്റിമീറ്ററും ആണെന്നല്ല, 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആണെന്നല്ല ഞാൻ പറഞ്ഞത്. 5:4 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഈ 8 സെന്റിമീറ്ററിനെ അത് ഡിവൈഡ് ചെയ്യുക. അതിന് കാരണം എന്താ? നമ്മളിവിടെ ഫസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടില്ലേ? പക്ഷെ ഇതിങ്ങനെ 5:4 കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, നമ്മളെ തേർഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളേ അതല്ലേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ലേ? നമ്മളെ സി എന്ന് പറഞ്ഞ ആംഗിളിനെ വരയ്ക്കുന്ന ബൈസെക്ടർ ഈ 8 സെന്റിമീറ്ററിനെ 5:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യും. അതായത് 5:4 എന്നുള്ള റേഷ്യോയിൽ ഈ 8 സെന്റിമീറ്ററിനെ ഇത് കട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 8 സെന്റിമീറ്റർ ലൈനിനെ 5:4 എന്നുള്ള റേഷ്യോയിൽ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ ചെയ്തേ? ആദ്യം ഒരു 8 സെന്റിമീറ്റർ ലൈൻ വരച്ചു, എന്നിട്ട് 5 സെന്റിമീറ്റർ എടുത്തു, കോമ്പസിൽ എടുത്തു, മാർക്ക് ചെയ്തു, ഇവിടെ 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് വരച്ചു. ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ കുത്തിയിട്ട് ദാ ഇങ്ങോട്ടും വരച്ചു. അപ്പൊ നമുക്ക് 5 സെന്റിമീറ്റർ ലെങ്ത് ഇവിടെ, 4 സെന്റിമീറ്റർ ലെങ്ത് ഇവിടെയും കിട്ടി. ഇനി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എ സി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. എന്ത്? 4 സെന്റിമീറ്റർ ലെങ്ത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് വരച്ചു. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ ബിയിലേക്ക് ജോയിൻ ചെയ്തു അല്ലെ? ഇനി ചെയ്തത് ആ പോയിന്റ് നമ്മൾ ഡി എന്ന് പേര് കൊടുത്തു. ഇനി ഡി ബിക്ക് പാരലായിട്ട് നമ്മൾ സിയിൽ കൂടെ ഒരു ലൈൻ വരച്ചു. അപ്പോ ആ സി ഇ എന്ന് പറഞ്ഞ ലൈൻ നമ്മളെ എ ബി എ, അതായത് 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള എ ബി എ 5:4 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുക. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള തേർഡ് കൺസെപ്റ്റ് ആണ്. തേർഡ് കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള can we use it to divide an 8 centimeter long line in the ratio 3:4? അതായത് 3:4 എന്നുള്ള റേഷ്യോയിൽ 8 സെന്റിമീറ്റർ ലൈനിനെ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം, വരയ്ക്കാൻ പറ്റുമോ നോക്കാം. നോക്കുക, 8 സെന്റിമീറ്റർ ലൈനിനെ ഇപ്പൊ നമ്മൾ 5:4 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത്, ഇനി 3:4 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 8 സെന്റിമീറ്റർ ലൈൻ എടുത്തു, എ ബി എന്ന് പേര് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ 4 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക, 3 സെന്റിമീറ്റർ എടുത്ത് വരച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 4 സെന്റിമീറ്റർ എടുത്ത് വരച്ചു, 3 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ വരച്ചാൽ ഈ രണ്ട് ലൈൻസ് നമ്മൾ ടച്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ടച്ച് ചെയ്താലേ നമുക്ക് ആ പോയിന്റിൽ കുത്തി ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും എടുത്താൽ നമുക്ക് ആ രണ്ട് ലൈൻസും ടച്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നോക്കുക. ഒരു ട്രയാങ്കിളിന്റെ ഏത് രണ്ട് സൈഡ്സ് നമ്മൾ കൂട്ടിയാലും
മൂന്നാമത്തെ സൈഡിനോട് മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം കിട്ടണ്ടേ. അതായത് ഏത് രണ്ട് സൈഡ്സിന്റെ സമ്മ് ഇപ്പൊ ഈ സൈഡും കൂട്ടിയാൽ ഈ സൈഡിനേക്കാൾ കൂടുതൽ കിട്ടണം, അല്ലെങ്കിൽ ഈ സൈഡും കൂട്ടിയാൽ ഈ സൈഡിനേക്കാൾ കൂടുതൽ കിട്ടണം. അതാണ് കൺസെപ്റ്റ്. അപ്പൊ നോക്കി ഇവിടെ 8 സെന്റിമീറ്റർ നമ്മൾ 4ഉം 3ഉം എടുത്താൽ 4 സൈഡും 3 സൈഡും കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? 4 + 3 7 ആണ് കിട്ടുക, 8 കിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ് അതാണ്, അതുകൊണ്ടാണ് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും എടുക്കണ്ട, നമുക്ക് റേഷ്യോ 4ഉം 3ഉം കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് 4ഉം 3 എടുക്കണം നിർബന്ധമില്ല. 4ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾസ് എടുത്തൂടെ? എന്നാലും നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോ റേഷ്യോ 4:3 എന്ന് കിട്ടില്ലേ? അപ്പൊ എന്താ ചെയ്യാ? 4നെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഞാൻ, അപ്പൊ 8 സെന്റിമീറ്റർ കിട്ടി. 3നെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, അപ്പൊ 6 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 8ഉം 6ഉം എടുക്കാം സൈഡ്. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ കുത്തി 8 സെന്റിമീറ്റർ എടുത്തു, ഇവിടെ കുത്തി 6 സെന്റിമീറ്റർ എടുത്തു. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ കിട്ടി, ട്രയാങ്കിൾ കിട്ടി. ഇനി നമ്മൾ ആദ്യം ചെയ്ത അതേ പരിപാടി എന്ത് ചെയ്യാ? ഇവിടെ പേര് കൊടുത്തു സി. AC നീട്ടി വരയ്ക്കാം. എങ്ങനെ? ഈ സൈഡിലെ ലെങ്ത്തിൽ എത്ര? 6 സെന്റിമീറ്റർ. അപ്പൊ അത്രയും 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കാം. അതിന് നമ്മൾ D എന്ന് പേര് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാ? അത് ബിയിലേക്ക് ജോയിൻ ചെയ്യാ. ഇനി എന്ത് ചെയ്യാ? DBക്ക് പാരലലായിട്ട് C കൂടെ ലൈൻ വരയ്ക്കാം. ആ വരയ്ക്കുന്ന ലൈൻ എന്ത് ചെയ്യും? ഇവിടെ E എന്ന് കൊടുത്താൽ ഈ ലൈന് 8:6 എന്നുള്ള റേഷ്യോയിൽ ഇതിനെ കട്ട് ചെയ്യും. 8:6 എന്ന് പറഞ്ഞാൽ എന്താ? 4:3 തന്നെയല്ലേ റേഷ്യോ? ഈ റേഷ്യോ നമുക്ക് കട്ട് ചെയ്ത് ചെറുതായിക്കൂടെ? 8:6 എന്ന് പറഞ്ഞാൽ 4:3 അല്ലേ? 8:6 എന്ന് പറഞ്ഞാൽ നമുക്ക് റേഷ്യോ കിട്ടുന്നത്. കാരണം ഈ രണ്ട് സൈഡ്സിന്റെ റേഷ്യോയിലാണ് ഈ താഴത്തെ ലെങ്തിനെ കട്ട് ചെയ്യുക. നമ്മുടെ തിയറം 3 അല്ലെങ്കിൽ കൺസെപ്റ്റ് 3 ആണ്, അതിലാണ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ 8:6 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? അത് 4:3 എന്നുള്ള റേഷ്യോ ആണെന്ന് പറഞ്ഞൂടെ? കാരണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റേഷ്യോ നമുക്ക് ചെറുതാക്കാലോ, ഏറ്റവും ചെറിയ റേഷ്യോയിലാണ് നമ്മൾ പറയുക അല്ലേ? അപ്പൊ 4:3 എന്നുള്ള റേഷ്യോയിലല്ലേ ഇത് കട്ട് ചെയ്തത്. ഓക്കെ.